നമസ്കാരം. MCN ചാനലിന്റെ കാഴ്ച ഈ ആഴ്ച എന്ന പരിപാടിക്ക് പ്രേക്ഷകർ നൽകുന്ന പ്രോത്സാഹനത്തിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് ആരംഭിക്കുകയാണ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ സജിൽ ജോർജ്. ഈ ആഴ്ചയിലെ കാഴ്ചകളിലേക്ക്. കണറ്റിക്കട്ടിൽ സ്കൂളിൽ കൂട്ടക്കൊല. മരിച്ചവരിൽ 20 പിഞ്ചു കുഞ്ഞുങ്ങളും 6 മുതിർന്നവരും. ന്യൂയോർക്ക് സിറ്റിയിൽ നിന്നും ഏകദേശം 45 മൈൽ ദൂരെ ന്യൂട്ടൺ എന്ന സ്ഥലത്താണ് അമേരിക്കയെ നടുക്കിയ ഈ കൂട്ടക്കൊല നടന്നത്. 20 വയസ്സ് പ്രായമുള്ള ആഡം ലാൻസെയാണ് അമ്മയായ ആൻസി ലാൻസയെ സ്വന്തം വീടിനുള്ളിൽ കൊലപ്പെടുത്തിയ ശേഷം അമ്മ ജോലി ചെയ്യുന്ന സാൻഡി ഹൂക്ക് എലിമെന്ററി സ്കൂളിൽ കടന്നുകയറി ഒരു ക്ലാസ്സിലിരുന്ന 20 പിഞ്ചോമനകളെയും കൂടാതെ 6 മുതിർന്നവരെയും വെടിവെച്ച് വീഴ്ത്തിയത്. പോലീസ് റിപ്പോർട്ടനുസരിച്ച് 18 കുഞ്ഞുങ്ങൾ സംഭവ സ്ഥലത്ത് വെച്ചും 2 കുഞ്ഞുങ്ങൾ ഡാൻബറി ഹോസ്പിറ്റലിൽ വെച്ചുമാണ് മരിച്ചത്. കുട്ടികളെ കൂടാതെ സ്കൂൾ പ്രിൻസിപ്പൽ, സൈക്യാട്രിസ്റ്റ് തുടങ്ങി 6 സ്കൂൾ ഉദ്യോഗസ്ഥരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ആഡം ലാൻസ് എന്ന കൊലയാളിയും സംഭവ സ്ഥലത്തു തന്നെ മരിച്ചിട്ടുണ്ട്. സ്വയം വെടിവെച്ച് മരിച്ചതാവാം എന്നാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മൃതശരീരങ്ങൾ ഇപ്പോഴും സംഭവ സ്ഥലത്തു തന്നെയാണ്. കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കഴിഞ്ഞ് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാനാവുള്ളൂ എന്ന് പോലീസ് വൃത്തങ്ങൾ അറിയിക്കുന്നു. പ്രസിഡന്റ് ബറാക് ഒബാമ വളരെ ദുഃഖിതനായാണ് ഈ സംഭവത്തെക്കുറിച്ച് രാജ്യത്തോട് അഭിസംബോധന ചെയ്തത്. അമേരിക്കൻ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. മരിച്ച കുട്ടികൾ 5 വയസ്സ് മുതൽ 10 വയസ്സ് വരെ മാത്രം പ്രായമുള്ളവരും. താലിബാൻ പിടിയിൽ നിന്ന് മലയാളി ഡോക്ടർ മോചിതനായി. കാബൂളിലുള്ള സാരോബി ഡിസ്ട്രിക്റ്റിലെ ക്ലിനിക്കിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴാണ് ഡോക്ടർ ദിലീപ് ജോസഫിനെ ഭീകരർ തട്ടിക്കൊണ്ടുപോയത്. കൊളറാഡോയിൽ സ്ഥിരതാമസക്കാരനായ ഡോക്ടർ ദിലീപ് ജോസഫ് സന്നദ്ധ സംഘടനയായ മോർണിംഗ് സ്റ്റാർ ഡെവലപ്മെന്റിനു വേണ്ടി കാബൂളിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു. അമേരിക്കൻ കമാൻഡോകളുടെ മിന്നൽ ആക്രമണത്തിലൂടെയാണ് ഡോക്ടറെ മോചിപ്പിക്കുവാൻ സാധിച്ചത്. ഈ ഓപ്പറേഷനിൽ ഒരു കമാൻഡോയും 7 താലിബാൻകാരും കൊല്ലപ്പെട്ടിരുന്നു. പ്രസിഡന്റ് ബരാക് ഒബാമ US അഫ്ഗാൻ കമാൻഡോകളുടെ നടപടിയെ അഭിനന്ദിച്ചു. അമേരിക്കൻ ബാങ്കിംഗ് ഭീമനായ സിറ്റി ഗ്രൂപ്പ് ആഗോളതലത്തിൽ 11,000 ജീവനക്കാരെ വെട്ടിക്കുറയ്ക്കുവാൻ തീരുമാനിച്ചു. കാര്യക്ഷമത കൂട്ടുന്നതിനാണ് നടപടിയെന്നാണ് ബാങ്കിന്റെ വിശദീകരണം. കൺസ്യൂമർ ബാങ്കിംഗ് മേഖലയിലുള്ളവരാണ് തൊഴിൽ നഷ്ടമാകുന്നവരിൽ ഭൂരിഭാഗവും. 6,200 ജീവനക്കാരെയാണ് ഈ മേഖലയിൽ നിന്ന് മാത്രം ഒഴിവാക്കുന്നത്. ജീവനക്കാരെ കുറയ്ക്കുന്നതിലൂടെ ബാങ്കിന്റെ ജീവനക്കാരുടെ പ്രതിശീർഷ ചെലവിൽ 4% കുറവ് വരുത്താനാകുമെന്നാണ് മാനേജ്മെന്റിന്റെ പ്രതീക്ഷ. ബാങ്കിന്റെ മേധാവിയായിരുന്ന ഇന്ത്യൻ വംശജൻ വിക്രം പണ്ഡിറ്റ് സിറ്റി ഗ്രൂപ്പിൽ നിന്ന് 2 മാസം മുമ്പ് അപ്രതീക്ഷിതമായി രാജി സമർപ്പിച്ചതിന് പിന്നാലെയാണ് പുതിയ നടപടിയെന്നതും ശ്രദ്ധേയമാണ്. ജീവനക്കാരുടെ എണ്ണം കുറയ്ക്കുന്നതിലൂടെ നടപ്പ് സാമ്പത്തിക വർഷം $900 മില്യൺ വരും വർഷങ്ങളിൽ $1.1 ബില്യൺ ലാഭിക്കാനാകുമെന്ന് ബാങ്ക് പ്രതീക്ഷ പ്രകടിപ്പിച്ചു. ഇതിനു പുറമെ പാകിസ്ഥാൻ, പരാഗ്വേ, ഉറുഗ്വേ, റുമാനിയ, ടർക്കി എന്നിവിടങ്ങളിലെ ബാങ്കിംഗ് സേവനങ്ങൾ വെട്ടിച്ചുരുക്കാനും മാനേജ്മെന്റ് തീരുമാനമെടുത്തിട്ടുണ്ട്. US പുറമെ ബ്രസീൽ, ദക്ഷിണ കൊറിയ, ഹോങ്കോങ്, ഹംഗറി എന്നീ രാജ്യങ്ങളിലായിരിക്കും ചെലവ് ചുരുക്കൽ നടപടികൾ കൂടുതൽ ദോഷകരമായി ബാധിക്കുക എന്നാണ് വിലയിരുത്തൽ. സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന യൂറോപ്യൻ രാജ്യങ്ങളായ ഗ്രീസിലെയും സ്പെയിനിലെയും ബാങ്കിംഗ് സേവനങ്ങൾ പൂർണ്ണമായും നിർത്താനും ബാങ്ക് തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ പ്രമുഖ ധനകാര്യ സ്ഥാപനമായ മുത്തൂറ്റ് ഫിനാൻസിയേഴ്സിന്റെ അമേരിക്കയിലെ 2ാമത്തെ ഓഫീസ് ന്യൂജേഴ്സിയിലെ ഈസ്റ്റ്ലിനിൽ പ്രവർത്തനം തുടങ്ങി. MCN ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക്. മുത്തൂറ്റ് ഫിനാൻസ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ജോർജ് അലക്സാണ്ടർ മുത്തൂറ്റിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ന്യൂജേഴ്സി സ്റ്റേറ്റ് അസംബ്ലി ഡെപ്യൂട്ടി സ്പീക്കറും ഇന്ത്യൻ വംശജനുമായ ഉപേന്ദ്ര ചിവുക്കുള്ള ഉദ്ഘാടനം ചെയ്തു. മണി എക്സ്ചേഞ്ച് ബ്രാഞ്ചാണ് ശനിയാഴ്ച പ്രവർത്തനം ആരംഭിച്ചത്. റോയൽ എക്സ്ചേഞ്ച് USA ഇൻകോർപ്പറേഷൻ എന്ന പേരിൽ ആരംഭിച്ച ഈ ശാഖ വഴി ഏറ്റവും മികച്ച റേറ്റ് ഇടപാടുകാർക്ക് ലഭ്യമാക്കുമെന്ന് ഡോക്ടർ ജോർജ് അലക്സാണ്ടർ പറഞ്ഞു. 25,000 കോടി രൂപയുടെ ആസ്തിയുള്ള മുത്തൂറ്റ് ഫിനാൻസിയേഴ്സിന് ലോകമെമ്പാടുമായി 4,000 ശാഖകളുണ്ട്. അമേരിക്കയിൽ ഇനിയും നിരവധി പദ്ധതികൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നുവെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഡോക്ടർ ജോർജ് അലക്സാണ്ടറിൻ്റെ മകനും കമ്പനി വൈസ് പ്രസിഡന്റുമായ ജോർജ് അലക്സാണ്ടർ ജൂനിയർ, CEO ഉമ്മൻ കെ മാമൻ, ഗ്ലോബൽ ഓപ്പറേറ്റിംഗ് മാനേജർ KR ബിജമോൻ എന്നിവരും പ്രസംഗിച്ചു. റോയൽ എക്സ്ചേഞ്ച് USAയുടെ CEO ജയ് നായർ സ്വാഗതവും ബ്രാഞ്ച് മാനേജർ മാത്യു കെ ജോസഫ് നന്ദിയും രേഖപ്പെടുത്തി. അമേരിക്ക പരിമിത ആണവ പരീക്ഷണം നടത്തി. ആണവ സാമഗ്രികളുടെ പ്രവർത്തനം പഠിക്കാൻ നെവാദയിലാണ് പരീക്ഷണം നടത്തിയത്.
അണുസ്ഫോടനം കൂടാതെയുള്ള പരീക്ഷണമാണ് ഭൂമിക്കടിയിൽ നടത്തിയത്. പൊള്ളക്സ് എന്നറിയപ്പെടുന്ന പരീക്ഷണത്തിൽ ചെയിൻ റിയാക്ഷനും ഉണ്ടായില്ല. അമേരിക്കയുടെ അണ്വായുധങ്ങളുടെ സുരക്ഷയും കാര്യക്ഷമതയും മെച്ചപ്പെടുത്താനാണ് പരീക്ഷണമെന്ന് നാഷണൽ ന്യൂക്ലിയർ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ അറിയിച്ചു. 27ാം തവണയാണ് അമേരിക്ക ഇത്തരത്തിലുള്ള പരീക്ഷണം നടത്തുന്നത്. ഇന്ത്യയിൽ നിന്ന് കടത്തിയ വിഗ്രഹങ്ങൾ അമേരിക്കയിൽ പിടിച്ചെടുത്തു. കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന പൗരാണിക വിഗ്രഹങ്ങളാണ് പിടിച്ചെടുത്തത്. തമിഴ്നാട്ടിലെ ക്ഷേത്രത്തിൽ നിന്നും മോഷ്ടിച്ച $50 ലക്ഷം വിലമതിക്കുന്ന പാർവതി വിഗ്രഹവും ഇക്കൂട്ടത്തിൽപ്പെടുന്നു. സുഭാഷ് കപൂർ എന്ന ഇന്ത്യക്കാരൻ കള്ളക്കടത്തായി എത്തിച്ച് വിൽപ്പന നടത്തിയ വിഗ്രഹങ്ങളാണ് പിടിച്ചെടുത്തത്. ഇന്റർപോൾ നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ ജർമ്മനിയിലെ ഫ്രാങ്ക്ഫോർട്ട് വിമാനത്താവളത്തിൽ നിന്ന് 2011 അറസ്റ്റിലായ കപൂറിനെ പിന്നീട് ഇന്ത്യയ്ക്ക് കൈമാറിയിരുന്നു. ഐക്യരാഷ്ട്രസഭയുടെ സാംസ്കാരിക പൈതൃക ലിസ്റ്റിൽ ഇനി മന്ത്രോച്ചാരണവും. ലഡാക്കിലെ ബുദ്ധമത സന്യാസിമാരുടെ മന്ത്രോച്ചാരണമാണ് ലോക പൈതൃക പട്ടികയിൽ സ്ഥാനം പിടിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ സ്പർശഗോചരമല്ലാത്ത സാംസ്കാരിക പൈതൃകങ്ങളുടെ പട്ടികയിലാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബുദ്ധന്റെ ഉദ്ബോധനങ്ങൾ, ദർശനം എന്നിവ ഉൾക്കൊള്ളുന്ന മന്ത്രങ്ങളാണ് ലഡാക്ക് പ്രദേശത്തെ ബുദ്ധസന്യാസിമാർ ഉരുവിടുന്നത്. ഇവിടുത്തെ ഗ്രാമങ്ങളിലും വിഹാരങ്ങളിലും ഇവ പതിവായി ചൊല്ലുന്നുണ്ട്. ലോകത്തെമ്പാടുമുള്ള അപൂർവ വാമൊഴി പാരമ്പര്യങ്ങൾ, സാമൂഹികാചാരങ്ങൾ, കലാരൂപങ്ങൾ തുടങ്ങിയവയാണ് ഈ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തുന്നത്. എക്കഡോറിലെ പ്രത്യേക ഇനം വൈക്കോൽ തുപ്പിനെയ്ത്ത്, സെഫ്രോയിലെയും മൊറോക്കോയിലെയും ചെറിയ ഉത്സവം തുടങ്ങിയവയാണ് പട്ടികയിൽ ഉൾപ്പെടുത്തിയ മറ്റുള്ളവ. മാൻ ഏഷ്യൻ സാഹിത്യ പുരസ്കാര പട്ടികയിൽ 3 മലയാളികൾ. ഏഷ്യയിലെ പ്രശസ്ത സാഹിത്യ പുരസ്കാരമായ മാൻ ഏഷ്യൻ ലിറ്റററി പ്രൈസിന്റെ പ്രാഥമിക പട്ടികയിൽ 3 മലയാളികൾ ഇടം പിടിച്ചു. ബെന്യാമിൻ, ജിത്ത് തയ്യൽ, അഞ്ജലി ജോസഫ് എന്നിവരാണ് 15-അംഗ പട്ടികയിൽ ഇടം നേടിയ മലയാളികൾ. ബെന്യാമിന്റെ ആടുജീവിതത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷയായ ഗോഡ് ഡേയ്സ്, ജിത്ത് തയ്യലിന്റെ നാർക്കോപോളിസ്, അഞ്ജലി ജോസഫിന്റെ അനദർ കൺട്രി എന്നിവയാണ് പട്ടികയിലുള്ളത്. ജോസഫ് കോയിപ്പള്ളിയാണ് ആടുജീവിതം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത്. $30,000 അഥവാ 16 ലക്ഷം രൂപയാണ് പുരസ്കാരം. സാഹിത്യ നോബൽ നേടിയ ഓർഹൻ പാമുക്കും പട്ടികയിലുണ്ട്. പാമുക്കിന്റെ സൈലന്റ് ഹൗസ് ആണ് പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. പുരസ്കാരത്തിന്റെ ഷോർട്ട് ലിസ്റ്റ് ജനുവരി 9 പ്രഖ്യാപിക്കും. മാർച്ച് 14 പുരസ്കാര പ്രഖ്യാപനം. ഇന്ത്യൻ പ്രവേശനത്തിനായി വാൾമാർട്ട് കോടികൾ ഒഴുക്കുന്നുവെന്ന് റിപ്പോർട്ട്. ഇന്ത്യൻ വിപണിയിൽ പ്രവേശനം ലഭിക്കാനായി വാൾമാർട്ട് 2008 മുതൽ തുടർച്ചയായി ശ്രമിച്ചു വരുന്നതായി വെളിപ്പെടുത്തി. ഇതിനായി കോൺഗ്രസ് അംഗങ്ങളെയും വിവിധ വകുപ്പുകളെയും സ്വാധീനിക്കുന്നതിന് കമ്പനി ചെലവഴിച്ചത് $2.5 കോടി. സെനറ്റിൽ വാൾമാർട്ട് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഈ വെളിപ്പെടുത്തലുകൾ. സെനറ്റിലെയും ജനപ്രതിനിധി സഭയിലെയും അംഗങ്ങൾ, വിദേശകാര്യ വാണിജ്യ വകുപ്പുകൾ, അനുബന്ധ ഏജൻസികൾ തുടങ്ങിയവയെ സ്വാധീനിക്കാനാണ് പണം ചെലവിട്ടത്. ഇക്കൊല്ലം മാത്രം ഇതുവരെ ഇതിനായി $30 ലക്ഷം ചെലവഴിച്ചുവെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഇന്ത്യൻ വിപണിയിൽ പ്രവേശനം നേടുന്നതിനു വേണ്ടിയുള്ള ഇത്തരം പരിശ്രമങ്ങൾ 2008 മുതൽ ഏറെക്കുറെ നടത്തിവരുന്നതായി കമ്പനിയുടെ റിപ്പോർട്ടിൽ പറയുന്നു. ഇതിനിടെ ഇന്ത്യയുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വാൾമാർട്ടിനെതിരെ ഫോറിൻ എക്സ്ചേഞ്ച് തട്ടിപ്പിനെക്കുറിച്ച് അന്വേഷിച്ചു വരികയാണ്. രാജ്യസഭയിലും ചൂടുപിടിച്ച സംവാദങ്ങൾക്ക് വാൾമാർട്ട് കാരണമായി. മലയാളി അടുക്കളയിൽ ഉലുവ ഒരു സാധാരണ ഫലവ്യഞ്ജനം മാത്രം. ആയുർവേദത്തിൽ പല മരുന്നുകളിലെയും കൂട്ടുകളിലൊന്ന്. പാശ്ചാത്യ ലോകം ഇപ്പോഴിതാ ഉലുവയെ തിലകക്കുറി നൽകി ആദരിക്കുന്നു. കേംബ്രിഡ്ജിലെ ഒരു പറ്റം ഡയറ്ററി സപ്ലിമെന്റ് ഗവേഷകരാണ് ഉലുവയുടെ ഔഷധമൂല്യം തിരിച്ചറിഞ്ഞ് മെഡിക്കൽ രംഗത്തിന് കാട്ടിക്കൊടുത്തിരിക്കുന്നത്. പേശികളിലെ ഡെൻസിറ്റിയും ശക്തിയും കൂട്ടുക, ശരീരത്തിന് കായികവും മാനസികവുമായ കരുത്തു നൽകുക, ഓജസ്സും വീര്യവും നൽകി ടെസ്റ്റോസ്റ്ററോണിനെ ഉത്തേജിപ്പിക്കുക തുടങ്ങി ഉലുവയുടെ ഔഷധ ഗുണങ്ങളെ പാടിപ്പുഴ്ത്തുകയാണ് ഗവേഷകർ. ഉലുവയുടെ സ്റ്റാറ്റസ് ഒരു പടി കൂടി കടന്നു എന്ന് കരുതുന്നതിൽ തെറ്റില്ല. സഭ്യതയുടെ അതിർവരമ്പുകൾ ഇവിടം വരെ. നഗ്നതാ പ്രസ്ഥാനങ്ങൾക്ക് കൂച്ചുവിലങ്ങിടാൻ നിയമനിർമ്മാണം നടത്തിയ സാൻ ഫ്രാൻസിസ്കോ സിറ്റി ഹാളിൽ തുണിയുടെ അംശം ഇല്ലാതെയാണ് പ്രതിഷേധവുമായി കഴിഞ്ഞ ദിവസം ഇവർ എത്തിയത്. പുതപ്പുകളുമായി എത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ ഓരോരുത്തരെയായി അറസ്റ്റ് ചെയ്ത് മാറ്റിയതിനു ശേഷമാണ് സിറ്റി ഹാളിൽ പ്രക്ഷുബ്ധമായ അന്തരീക്ഷം ശാന്തമായത്. ഫെബ്രുവരി 1 മുതൽ പൊതുസ്ഥലങ്ങളായ റെസ്റ്റോറന്റുകൾ, വഴിയോരങ്ങൾ, ബസ്, ട്രെയിൻ, ടാക്സി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തുണിയുടുത്തു വേണം സഞ്ചരിക്കേണ്ട
എന്ന നിയമത്തിന് എതിരെയാണ് നഗ്നതാ പ്രസ്ഥാനക്കാർ പ്രക്ഷോഭണം അഴിച്ചുവിട്ടിരിക്കുന്നത്. തുണിയും മറയുമില്ലാതെ യഥേഷ്ടം എവിടെയും സഞ്ചരിക്കുക എന്നത് തങ്ങളുടെ ഭരണഘടനാപരമായ അവകാശമാണെന്നാണ് ഇവരുടെ വാദം. കേസ് കോടതി പരിഗണിച്ചു വരികയാണ്. ഇനിയൊരു ഇടവേള. പ്ലീസ് സ്റ്റേ വിത്ത് us. Skyline Petal City Apartments at Pottamal off Mavu Road, Calicut. 2 and 3 bedroom apartments with most modern amenities. Skyline Builders. The address says it all. Carvin Mind Entertainments proudly presents സ്നേഹ സംഗമം. ഏപ്രിൽ മെയ് മാസങ്ങളിൽ അമേരിക്കയിലെയും കാനഡയിലെയും മലയാളി പ്രേക്ഷകർക്കായി അണിയിച്ചൊരുക്കുന്ന ക്രിസ്തീയ മെഗാ ഷോ സ്നേഹ സംഗമം. ഇമ്പമാർന്ന ആലാപന ശൈലിയിലൂടെ ഭക്തിസാന്ദ്രമായ ക്രിസ്തീയ ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച KG മാർക്കോ, ഭൂമിയിൽ പിറന്നു സ്നേഹദൈവം, നിത്യജീവനേകിടുന്നു ദൈവം. ആത്മാവിൽ അലിഞ്ഞു ചേരുന്ന അനവധി ക്രിസ്തീയ ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച ബിനോയ് ചാക്കോ, ഏഷ്യാനെറ്റ് ഐഡിയ സ്റ്റാർ സിംഗറിലൂടെ മലയാളികൾക്ക് ലഭിച്ച സ്വരമാധുര്യം ഇമ്മാനുവേൽ ഹെൻറി, സ്നേഹത്തെ മറക്കില്ല ഞാൻ. വ്യത്യസ്തമാർന്ന ആലാപന സൗകുമാര്യത്തിലൂടെ ആസ്വാദക ഹൃദയം കീഴടക്കിയ ഗായിക മേഘ ജേക്കബ്, തത്സമയ സംഗീത വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടെ ചരിത്രത്തിലാദ്യമായി ഒരു ക്രിസ്തീയ മെഗാ ഷോ സ്നേഹ സംഗമം. കൂടുതൽ വിവരങ്ങൾക്ക് Maha Travel and Tours. Come and experience our excellent service. Specialize in travel to India. Call 1866-FLY-MAHA or visit mahabazartravels.com. മനുഷ്യർക്ക് വഴിതെറ്റുന്നത് സ്വാഭാവികം. വഴിതെറ്റുന്നത് കടലാമകൾക്കാണെങ്കിലോ പ്ലെയിനിൽ കയറ്റി കടൽ കടത്തും. അതാണിവിടെ മാസച്യൂസെറ്റ്സിലെ കേപ്പ് കോഡിൽ വന്നടിഞ്ഞ 35 കടലാമകൾക്ക് സംഭവിച്ചത്. കരീബിയൻ ദ്വീപസമൂഹങ്ങളിലെ സ്ഥിരതാമസക്കാരായ കടലാമകൾ അമേരിക്കൻ പ്രസിഡന്റുമാരുടെ വേനൽക്കാല വിഹാരരംഗമായ കേപ്പ് കോഡിൽ വഴിതെറ്റിയെത്തിയ സമയം ശരിയായില്ല എന്നതുമാത്രമാണ് പ്രശ്നമായത്. ക്ഷീണിച്ച് അവശരായി തണുത്തു വിറങ്ങലിച്ച് ഹൈപ്പോതെർമിയമായി കണ്ട ഇവരെ നല്ലവരായ നാട്ടുകാർ ഭക്ഷണം നൽകി മെഡിക്കൽ ചെക്കപ്പ് നടത്തി റീഹാബിലിറ്റേഷൻ സൗകര്യങ്ങളും ചെയ്തതിനു ശേഷമാണ് ഒരു കാർഗോ പ്ലെയിനിൽ ഫ്ലോറിഡയിലേക്ക് അയച്ചത്. ഫ്ലോറിഡയിലെ സരസോട്ടയിലുള്ള മൗണ്ട് മറൈൻ ലാബ് ഹോസ്പിറ്റലിൽ സുഖചികിത്സയ്ക്കു ശേഷം 35 പേരെയും കരീബിയൻ സമുദ്രത്തിലേക്ക് തന്നെ തിരിച്ചുവിടുമെന്ന് അധികൃതർ അറിയിച്ചു. ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദിക്ക് US വിസ നിഷേധം തുടരും. MCN ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക്. മോഡിയുടെ വിസ പ്രശ്നത്തിൽ രാജ്യത്തിന്റെ നയത്തിൽ മാറ്റമുണ്ടാവില്ലെന്ന് US വിദേശകാര്യ വക്താവ് മാർക്ക് ടോണർ സൂചന നൽകി. മോഡിക്ക് വിസ നിഷേധിച്ച നടപടിയിൽ അയവ് വരുത്തരുതെന്നാവശ്യപ്പെട്ട് 25 കോൺഗ്രസ് അംഗങ്ങൾ ഒപ്പിട്ട കത്ത് കഴിഞ്ഞയാഴ്ചയാണ് വിദേശകാര്യ സെക്രട്ടറി ഹിലരി ക്ലിന്റന് കൈമാറിയത്. ഇതേക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടിയിലാണ് US നയങ്ങളിൽ മാറ്റമില്ല എന്ന് വിദേശകാര്യ വക്താവ് വെളിപ്പെടുത്തിയത്. നിക്ഷേപം, ഊർജം, വ്യവസായം, സർവകലാശാല തുടങ്ങിയ മേഖലകളിൽ ഗുജറാത്തുമായി സഹകരണം തുടരും. നീതി നിഷേധം സംബന്ധിച്ച് ഇന്ത്യ സർക്കാരിനോടാണ് ചോദിക്കേണ്ടതെന്നും ടോണർ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഗുജറാത്തിൽ വീണ്ടും ജനവിധി തേടുന്ന മോഡി പ്രധാനമന്ത്രി പദത്തിനും പിന്തുണ തേടുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായി വിദേശ പര്യടനങ്ങൾ നടത്തുന്ന മോഡി US വിസയ്ക്കായി വീണ്ടും അപേക്ഷിച്ചേക്കാം. വിസ അനുവദിച്ചാൽ അത് മോഡിയുടെ നീതി നിഷേധത്തിനുള്ള പരോക്ഷ അംഗീകാരമായിരിക്കുമെന്നും ജനപ്രതിനിധി സഭ അംഗങ്ങൾ അഭിപ്രായപ്പെട്ടിരുന്നു. വിശ്വഭാഗവത പ്രയാഗിൽ അമേരിക്കൻ ഗുരുവായൂരപ്പൻ ക്ഷേത്രങ്ങൾ ഒത്തുചേരുന്നു. ഡിസംബർ 13 മുതൽ 20 വരെ ഡാളസ്, ഹ്യൂസ്റ്റൺ, ബ്രാംപ്ടൺ എന്നിവിടങ്ങളിലെ ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രങ്ങളിലും ഭാരതത്തിലെ ഗുരുവായൂർ നാരായണാലയം, വൃന്ദാവൻ എന്നീ സ്ഥലങ്ങളിലും ശ്രീമദ് ഭാഗവത പാരായണം നടത്തുന്നു.
ഭാരതത്തിലെ പാരായണം വൈകുന്നേരം അവസാനിക്കുന്ന സമയത്ത് തന്നെ അമേരിക്കയിലെ പാരായണം ആരംഭിക്കുന്നതിനാൽ ഈ യജ്ഞം അഖണ്ഡമായി 7 ദിവസം നീണ്ടു നിൽക്കും. അമേരിക്കയിലെ ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രങ്ങൾക്കൊപ്പം വാഷിംഗ്ടൺ DC, മയാമി, ഓസ്റ്റിൻ, ലൂയിവിൽ, കെൻഡക്കി എന്നീ സ്ഥലങ്ങളിലെ സത്സംഗങ്ങളും ഭാഗവത പ്രയാഗിൽ പങ്കുചേരും. ഭാരതത്തിലെ പാരായണങ്ങൾക്ക് ഭാഗവതയോഗമാണ് നേതൃത്വം നൽകുക. വെൺമണി കൃഷ്ണൻ നമ്പൂതിരി, പെരുമ്പള്ളി കേശവൻ നമ്പൂതിരി എന്നിവർ കേരളത്തിലും, വിഷ്ണു നമ്പൂതിരി വൃന്ദാവനത്തിലും, കരയന്നൂർ ദിവാകരൻ നമ്പൂതിരി കാനഡയിലും പാരായണങ്ങൾക്ക് നേതൃത്വം നൽകും. മുസ്ലിം പബ്ലിക് അഫയേഴ്സ് കൗൺസിൽ 12ാമത് വാർഷിക കൺവെൻഷൻ ഡിസംബർ 15 കാലിഫോർണിയയിലെ പാസഡീനയിലുള്ള ആൾ സെയിൻസ് എപ്പിസ്കോപ്പൽ ചർച്ചിൽ വെച്ച് നടക്കുന്നു. മുസ്ലിം കൺവെൻഷൻ ക്രിസ്ത്യൻ ചർച്ചിൽ വെച്ച് നടക്കുന്നതിനെതിരെ യാഥാസ്ഥിതിക ക്രൈസ്തവർ ഇമെയിലിലൂടെ പ്രതിഷേധിക്കുന്നത് ഖേദകരമാണെന്ന് ആൾ സെയിൻസ് ചർച്ച് പാസ്റ്റർ റവറൻ എഡ് ബേക്കൺ പറഞ്ഞു. യഥാർത്ഥ ക്രൈസ്തവർക്ക് വിവിധ മതത്തിൽപ്പെട്ടവരെ സഹോദരരായി മാത്രമേ കാണാൻ കഴിയൂ എന്നും അദ്ദേഹം പറഞ്ഞു. പള്ളി ഭാരവാഹികളും മുസ്ലിം കൺവെൻഷൻ ഭാരവാഹികളും സംയുക്തമായി നടത്തിയ പത്രസമ്മേളനത്തിൽ ഇത്തരം പ്രതിഷേധങ്ങളെ അവഗണിക്കുന്നുവെന്നും നിശ്ചയിച്ചതുപോലെ കൺവെൻഷൻ നടത്തുമെന്നും അറിയിച്ചു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അമേരിക്കൻ ഭദ്രാസന മെത്രാപ്പോലീത്തയായി ഭദ്രാസനത്തെ ആത്മീയവും ഭൗതികവുമായ പുരോഗതിയിലേക്ക് നയിച്ച് കാലം ചെയ്ത മാത്യൂസ് മാർ ബർണബാസ് മെത്രാപ്പോലീത്തയുടെ ഖബറടക്കം പെരുമ്പാവൂർ വളയഞ്ചിറങ്ങരെ സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് പള്ളിയിൽ വെച്ച് നടന്നു. ഭദ്രാസനത്തെ പ്രതിനിധീകരിച്ച് സക്രിയാസ് മാർ നിക്കോളാവസ് മെത്രാപ്പോലീത്തയുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം ശുശ്രൂഷകളിൽ പങ്കെടുത്തു. ഖബറടക്ക ശുശ്രൂഷകൾ MCN ടെലിവിഷൻ ലൈവായി അമേരിക്കയിൽ എത്തിച്ചിരുന്നു. നോർത്ത് ഈസ്റ്റേൺ അമേരിക്കൻ ഭദ്രാസനത്തിൽ 30 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. നായർ മഹാമണ്ഡലം ആൻഡ് അസോസിയേറ്റ് മെമ്പേഴ്സിന്റെ ഫാമിലി നൈറ്റ് ആഘോഷം ന്യൂജേഴ്സിയിൽ നടന്നു. പിസ്കാറ്റവയിലുള്ള ദിവാൻ ബാങ്കറ്റിൽ നടന്ന ആഘോഷ പരിപാടി ന്യൂജേഴ്സി സ്റ്റേറ്റ് അസംബ്ലി ഡെപ്യൂട്ടി സ്പീക്കർ ഉപേന്ദ്ര ചിവക്കുള ഉദ്ഘാടനം ചെയ്തു. നാമം പ്രസിഡന്റ് മാധവൻ നായർ അധ്യക്ഷനായിരുന്നു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ആദരിക്കലായിരുന്നു ഇത്തവണത്തെ ആഘോഷത്തിന്റെ പ്രത്യേകത. ഡോക്ടർ പത്മജ നായർ, ഡോക്ടർ വേദ് ചൌധരി, തോമസ് മൊട്ടക്കൽ, ഡോക്ടർ അംബിക നായർ എന്നിവരെയാണ് നാമം പ്രശസ്തി ഫലകം നൽകി ആദരിച്ചത്. നാമം ഫാമിലി നൈറ്റ് കൺവീനർ അജിത് ഹരിഹരൻ സ്വാഗതവും സെക്രട്ടറി തങ്കമണി അരവിന്ദൻ നന്ദിയും പറഞ്ഞു. വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ബോം TV മുഖ്യ സ്പോൺസറായ സ്നേഹസംഗമം എന്ന ആത്മീയ സംഗീതയാത്ര 2013 മെയ് മാസത്തിൽ ആരംഭിക്കുമ്പോൾ പ്രമുഖ ക്രൈസ്തവ ഗായകർക്കൊപ്പം അഞ്ജു ജോസഫും അണിനിരക്കും. KG മർക്കോസ്, ബിനോയ് ചാക്കോ, ഇമ്മാനുവൽ ഹെൻറി എന്നിവർക്കൊപ്പമാണ് അഞ്ജു ജോസഫും അമേരിക്കയിലെത്തുന്നത്. ഐഡിയ സ്റ്റാർ സിംഗർ മത്സരവേദിയിൽ ലാളിത്യമാർന്ന മുഖശ്രീയും ആലാപന ശൈലിയുമായി കാഞ്ഞിരപ്പള്ളിയിലെ ആനത്താനത്തുനിന്നും എത്തിയ ഈ ഗായിക ശ്രദ്ധയാകർഷിച്ചിരുന്നു. മുട്ടത്ത് വർക്കിയുടെ ജന്മശതാബ്ദി സ്മരണികയിലേക്ക് കൃതികൾ ക്ഷണിക്കുന്നു. MCN ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക്. മലയാളത്തിന്റെ പ്രിയ കഥാകാരൻ മുട്ടത്ത് വർക്കി ജനിച്ചിട്ട് 2013 ഏപ്രിൽ 28 100 വർഷം തികയുന്നു. 65 നോവലുകളും ധാരാളം ചെറുകഥാ സമാഹാരങ്ങളും നാടകങ്ങളും വിശ്വസാഹിത്യകൃതികളുടെ തർജ്ജമകളും അദ്ദേഹത്തിന്റെ സൃഷ്ടികളായുണ്ട്. 30 കഥകൾ സിനിമകളായി. ഒരു കഥാകാരന്റെ ഇത്രയധികം രചനകൾ സിനിമയാക്കുന്നത് ഒരു റെക്കോർഡായിരിക്കും. പ്രശസ്തമായ പാടാത്ത പൈങ്കിളിക്കും കരകാണാക്കടലിനും ഇന്ത്യൻ പ്രസിഡന്റിന്റെ അവാർഡും ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം എഴുതിയ 132 കൃതികളിൽ 112 എണ്ണം പ്രസിദ്ധീകരിച്ചു. 26 വർഷം ദീപിക പത്രാധിപ സമിതി അംഗമായിരുന്നു. ഒട്ടേറെ പംക്തികളും അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ചുറ്റുപാടുമുള്ള ഗ്രാമീണ ജീവിതത്തിൻ്റെ യഥാർത്ഥ ചിത്രം വരച്ച് മലയാളിയുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ അധ്യാപകനും പത്രപ്രവർത്തകനും നോവലിസ്റ്റും ഖാദികനും സിനിമാ കഥാ രചയിതാവുമായ മുട്ടത്ത് വർക്കിയുടെ ഓർമ്മ പുതുക്കുവാൻ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും സാഹിത്യകാരന്മാരും ചേർന്ന് ഒരു സ്മരണിക പുറത്തിറക്കുന്നുണ്ട്. ഡോക്ടർ ജോർജ് ഓണക്കൂറിൻ്റെ നേതൃത്വത്തിലാണ് ഇതിനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുവരുന്നത്. ജന്മശതാബ്ദി സ്മരണികയിൽ അമേരിക്കയിലെ സാഹിത്യകാരന്മാർക്കും മുട്ടത്ത് വർക്കിയുമായി ഏതെങ്കിലും രീതിയിൽ ബന്ധപ്പെട്ടവർക്കും അദ്ദേഹത്തെ അനുസ്മരിച്ച് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെപ്പറ്റിയോ കൃതികളെക്കുറിച്ചോ എഴുതുവാനുള്ള അവസരം സംഘാടകർ ഒരുക്കുകയാണ്. സാഹിത്യ സൃഷ്ടികൾ ഡിസംബർ 31 മുൻപ് ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക്
mutlatuvarki.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഒരു 5 വയസ്സുകാരുടെ ബുദ്ധിസാമർഥ്യം എത്രമാത്രമുണ്ടാവാം? ലോകരാജ്യങ്ങളുടെ തലസ്ഥാനം മണിമണി പോലെ പറയുന്ന ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഇന്ത്യ, ജപ്പാൻ, ചൈന, കാനഡ, ഈജിപ്ത്, ജോർദാൻ, UK, ഫ്രാൻസ്, ജർമ്മനി, ഓസ്ട്രേലിയ, അമേരിക്ക, UAE, ശ്രീലങ്ക, ഇറ്റലി, ബാംഗ്ലാദേശ്, ഖത്തർ, ഒമാൻ, ബഹ്റൈൻ, നേപ്പാൾ, അഫ്ഗാനിസ്ഥാൻ, ഫിലിപ്പീൻസ്, സൗത്ത് ആഫ്രിക്ക, തായ്ലാൻഡ്, ഗ്രീസ്, ടർക്കി, സിറിയ, ലബനൻ, റഷ്യ, നൈജീരിയ, ഉഗാണ്ട, ന്യൂസിലാൻഡ്, പാകിസ്ഥാൻ, സൗദി അറേബ്യ, ക്യൂബ, ഡെൻമാർക്ക്, ഇന്തോനേഷ്യ, കെനിയ, സ്വിറ്റ്സർലാൻഡ്, അയർലാൻഡ്, ഇറാഖ്, ബെൽജിയം, ഇറാൻ, ഭൂട്ടാൻ, ലിബിയ, തായ്വാൻ, പോളണ്ട്, ഹംഗറി. ഇത് അമൃത. ആന്ധ്രാപ്രദേശുകാരനും ഫാർമസിസ്റ്റും ഗവേഷകനുമായ ഡോക്ടർ കൃഷ്ണ ബുക്കോത്തിയുടെയും എഞ്ചിനീയറായ കല ബുക്കോത്തിയുടെയും മകൾ. കിൻഡർ ഗാർഡൻ വിദ്യാർത്ഥിയായ അമൃത ഇപ്പോൾ ശ്രദ്ധേയായിരിക്കുന്നത് മെൻസയിൽ അംഗത്വം നേടിക്കൊണ്ടാണ്. മെൻസ എന്താണെന്നല്ലേ? ലോകത്തിൽ ഏറ്റവും ബുദ്ധിസാമർഥ്യമുള്ളവർക്ക് മാത്രം അംഗത്വം ലഭിക്കുന്ന ഒരു ഇന്റർനാഷണൽ സൊസൈറ്റിയാണ് മെൻസ. ലോക സ്കോറിംഗിൽ 133 സ്ഥാനമാണ് അമൃതയ്ക്കുള്ളത്. അമൃതയുടെ കൊച്ചു സഹോദരൻ 3 വയസ്സുകാരൻ ആകാശമുണ്ട് മെൻസയിൽ. സ്കോറിംഗിൽ 135 സ്ഥാനത്താണ് ആകാശ്. ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യുന്നതിലും സ്പെല്ലിങ്ങിന്റെ കാര്യത്തിലും അതീവ ശ്രദ്ധാലുവായാണ് ആകാശ് 2 വയസ്സ് മുതൽ വളർന്നത്. ആകാശും അമൃതയും 180 ലോകരാജ്യങ്ങളുടെ തലസ്ഥാനങ്ങൾ പറയും. ദേശീയ പതാകകൾ കണ്ടാൽ ഏതു രാജ്യത്തിൻ്റെതായാണെന്ന് ആശങ്കയ്ക്ക് ഇട കൊടുക്കാതെ പറയുകയും ചെയ്യും. ഇരുവരുടെയും ഇനിയുള്ള പഠനങ്ങൾ ബുദ്ധിസാമർഥ്യം കൂടുതലുള്ളവർക്ക് മാത്രമുള്ള ക്ലീവ്ലാൻഡിലെ മെലോ പാർക്ക് അക്കാഡമിയിൽ ആയിരിക്കുമെന്ന് പിതാവ് ഡോക്ടർ കൃഷ്ണ ബിതോക്കി പറഞ്ഞു. അമേരിക്കൻ മലയാളികളുടെ സ്വീകരണമുറിയുടെ അവിഭാജ്യ ഘടകമായി മാറിയ ബോം TV 7ാം വയസ്സിലേക്ക്. 6 വർഷം മുമ്പ് അമേരിക്കൻ മലയാളികൾക്കായി അവരുടെ പ്രിയപ്പെട്ട മലയാളം ചാനലുകൾ എത്തിച്ചു കൊടുക്കുവാൻ ആരംഭിച്ച bestofmalayalam.com ഇന്ന് കടകൾ താണ്ടി കാനഡ, UK, യൂറോപ്പ്, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ സജീവ സാന്നിധ്യം ഉറപ്പിച്ചു കഴിഞ്ഞു. അപ്പാർട്ട്മെന്റുകളിലും മറ്റും താമസിക്കുന്ന മലയാളികൾക്ക് ഡിഷ് ആന്റിന ഘടിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യം മൂലം മലയാളം ചാനലുകൾ ലഭ്യമല്ലാതെ വന്ന സമയത്താണ് 2006 ഡിസംബർ 8 ഇന്റർനെറ്റിന്റെ സഹായത്തോടെ ഏവർക്കും മലയാളം ചാനലുകൾ ലഭ്യമാക്കുന്ന നൂതന പദ്ധതിയുമായി bestofmalayalam.com ആരംഭിച്ചത്. തികച്ചും നിയമവിധേയമായി ലീഗൽ റൈറ്റ്സ് നേടിയ ചാനലുകളുമായാണ് ബോം ടിവിയുടെ പ്രവർത്തനം. കേരളത്തിൽ നിന്നും മറ്റു ഭാഷകളിൽ നിന്നുമുള്ള ചാനലുകൾക്ക് പുറമെ സ്വന്തമായി മലയാളി കമ്മ്യൂണിറ്റി നെറ്റ്വർക്ക് MCN എന്ന മുഴുനീള വിനോദ വാർത്താ ചാനലും ബോം TV പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്നുണ്ട്. മലയാളത്തിൽ അമേരിക്കൻ അന്താരാഷ്ട്ര വാർത്തകൾ ദിവസേന പ്രക്ഷേപണം ചെയ്യുന്ന ഏക മലയാളം ചാനലാണ് MCN. മലയാളത്തിലെ ആദ്യത്തെ IPTV ചാനൽ എന്ന ഖ്യാതിയും MCN ആണ്. നിരവധി ഡേറ്റാ സെന്ററുകളിൽ നിന്നായി സ്ട്രീമിംഗ് ചെയ്യുന്ന ബോം TVക്ക് വടക്കേ അമേരിക്കയിൽ മാത്രമായി 6 ഡേറ്റാ സെന്ററുകളുണ്ട്. ഏഷ്യാനെറ്റിന്റെ മുഴുവൻ ചാനലുകൾ, ശാലോം, ജയ്ഹിന്ദ്, കൈരളി തുടങ്ങി നിരവധി മലയാളം ചാനലുകളാണ് MCNനു പുറമെ ബോം TV വിതരണ ശൃംഖലയിലുള്ളത്. ഇതോടെ ഈ വാർത്താ പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വിശേഷങ്ങളുമായി ഇനി അടുത്തയാഴ്ച കാണാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കണം. ഞങ്ങളുടെ വിലാസം news@mcntelevision.com. നന്ദി, നമസ്കാരം.